ഒരു ബാഗ് അടിച്ചു വെക്കണം. എന്നാ നീ വീശ്, കുറെ നേരമല്ലേ ഞാൻ വീശു. സംഭവം ഡെക്കറേഷനൊക്കെ സൂപ്പറായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ തിന്നാൻ പറ്റുമെന്നുള്ള അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്യാമ്പിങ് സൂപ്പർ. അതെ, ശരിക്കും പറയും. അതെ, ഉഷാറായ. ആ, നമുക്കൊരു ദുഃഖവാർത്ത പറയാനുണ്ട്. എന്താ വെച്ചാല് നീ പറഞ്ഞോന്നാ. പറഞ്ഞു. അല്ല, നമ്മൾ അത്രയും ഒരു ബന്ധമാണല്ലോ. അതായത് നമ്മൾ കമന്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ട് നമ്മളൊരു ബന്ധമുണ്ടല്ലോ. മീൻസ് അതായത് അവർ ഇങ്ങനെ എഴുതുമ്പോൾ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ അവർ ഓരോന്ന് മെസ്സേജ് ആയിട്ടും കമന്റ് ആയിട്ടും ഒക്കെ പറയണത്. എന്ത് ചെയ്യാനല്ലേ അത് പറഞ്ഞപ്പോൾ പിന്നെ പറയണമെന്ന് വിചാരിച്ചതല്ലായിരുന്നു ഇത്. പിന്നെ ടെൻഷൻ ആയപ്പോ അങ്ങോട്ട് പറഞ്ഞു പോയതാണ്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. പിന്നെ ഇതേ പട്ടി വന്ന് ഇവിടെ എത്തി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ആ പഴയ ഡാമിന്റെ സൈഡിൽ തന്നെയാണ്. നമ്മൾ അന്ന് ക്യാമ്പ് ചെയ്തത് ആ സൈഡിലാണ്. ഇന്നിപ്പോൾ വേറൊരു സൈഡിൽ കൂടെ വന്നത്. പിന്നെ നമ്മുടെ ആശാന് വന്നിട്ടില്ല. ആശാൻ വരും. ആശാനും നമ്മുടെ വേറൊരു സുഹൃത്തു കൂടെ വരാനുള്ള പരിപാടിയിലാണ്. അപ്പൊ ഞാൻ ഈ സ്കൂട്ടിയിലായതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് പോന്നു. അപ്പൊ അവര് ബസ്സിന് പോകുന്നു എന്നാ പറഞ്ഞത്. ഏകദേശം എത്താറൊക്കെ ആയി. എത്തിയിട്ടില്ല, വിളിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും എത്തും. അപ്പത്തേക്ക് ഞാൻ ടെന്റൊക്കെ അടിച്ച് നമുക്ക് ഇന്ന് ഗ്രിൽ ചിക്കനൊക്കെ ഉണ്ടാക്കണം. ഇതേ സാധനമൊക്കെ കൊണ്ടുവന്നുണ്ട്. സക്സസ് ആവുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ആശാൻ വന്നിട്ട് ആശാന്റെ മസാലയൊക്കെ കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് വേണം സെറ്റാക്കാൻ. അപ്പൊ എന്തായാലും ഞാൻ ടെന്റൊക്കെ അടിച്ചൊന്ന് സെറ്റാക്കട്ടെ കേട്ടോ. അപ്പത്തേക്ക് ആശാൻ വരികയും ചെയ്യും. നിറച്ച ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ. ആളുകളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ടെന്റൊക്കെ അടിക്കുമ്പോൾ ചോദിക്കും എന്താ പരിപാടി, എങ്ങനെ പരിപാടി എന്ന്. അതാണ് ഇപ്പോൾ ഒരു ടെൻഷൻ. ഇവിടെ ആരൊക്കെ തീ കത്തിച്ചിട്ടുണ്ട് ഈ സൈഡൊക്കെ. നമുക്ക് ഇനി തീ കത്തിക്കണം. വിറക് നമ്മൾ കുറച്ച് കൊണ്ടുവന്നുണ്ട്. കുറച്ച് കരിയും കൊണ്ടുവന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ എന്ന് കോഴി വിട്ടാലും നമ്മളെ സുഹൃത്തുക്കൾ കമന്റ് ചെയ്യും ഈ തീ കൊണ്ടല്ല കരി കൊണ്ടാണെന്ന്. അപ്പൊ നമ്മൾ കരി ഇന്നെന്തായാലും കുറച്ച് കൊണ്ടുവന്നുണ്ട്. അത് സക്സസ് ആവുമെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ആശാനും കൂടി വരട്ടല്ലേ. ഞാനപ്പോഴത്തേക്ക് അടുപ്പൊക്കെ ഒന്ന് കൂട്ടി ഒന്ന് സെറ്റാക്കട്ടെ. അടുപ്പിന് 2 കല്ല് വേണം. കല്ലിന്റെ മുകളിലല്ലേ ഗ്രില്ല് വെക്കാൻ പറ്റൂ. ഈ കമ്പ് നമുക്ക് എന്തിനാ അറിയോ? നമ്മൾ ലൈറ്റിന്റെ സ്റ്റാൻഡ് കൊണ്ടുവന്നില്ല, മറന്നുപോയി. അയ്യോ, ലൈറ്റിന്റെ സ്റ്റാൻഡ് കൊണ്ടുവന്നില്ല. ക്യാമറയുടെ വലിയ സ്റ്റാൻഡ് കൊണ്ടുവന്നില്ല, മറന്നുപോയി. എല്ലാം വണ്ടിയിലുണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ എത്തിയേക്കുമ്പോൾ ഒരു സാധനവും ഇല്ല. അപ്പം ഇനി എന്തായാലും ഇതിൽ ലൈറ്റ് ഫിറ്റ് ചെയ്യാം. ക്യാമറ പിന്നെ ചെറിയൊരു സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും ലൈറ്റ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. ആശാനെ വിളിച്ചപ്പോൾ ആശാൻ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ബസ്സിന് വന്നിട്ട് അവിടുന്ന് കുറച്ച് നടന്നു വരണം. അതൊക്കെയാണ് ഇപ്പോൾ വാർഡ്. എന്താ വെച്ചാലേ ബൈക്കിന് വരായിരുന്നു. പക്ഷെ കൂടെ നമ്മളെ
ഒരു സുഹൃത്തൂടിന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ വേറെ ആരില്ല, നമ്മുടെ ചേട്ടന്റെ മോനാട്ടോ. അവന് കുറെ ആയി ക്യാമ്പ് ചെയ്യണം എന്നൊരു ആഗ്രഹം. പിള്ളേരാഗ്രഹമല്ലേ. അപ്പൊ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കൂട്ടിയിട്ട് വരാൻ വേണ്ടി നിൽക്കുകയാണ് അവൻ. ഞാൻ എന്തായാലും അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് ഒന്ന് സെറ്റ് ആക്കട്ടെ കേട്ടോ. നമ്മൾ കുറച്ച് കരിയൊക്കെ കൊണ്ടുവന്നുണ്ട്. പക്ഷെ എങ്കിലും ഒന്ന് തീ പിടിപ്പിക്കണമെങ്കിൽ വിറക് വേണമല്ലോ. പിന്നെ ഇതാണ് പാക്കറ്റ് കരി കേട്ടോ. ഇത് 1 kg 80 രൂപ. പക്ഷെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അല്ലേ, കത്തിച്ചുണ്ടാക്കിയാൽ മതിയായിരുന്നു. കുഴപ്പമില്ല, എന്തായാലും ഇത് കൊണ്ടുവന്നില്ലേ. ആദ്യം തീ കത്തിക്കട്ടെ. കത്തി പിടിക്കാനാണ് പാട്. ഇന്നലെ മഴ ചെയ്തിട്ടേ ആകെ വെള്ളവും നനഞ്ഞ്. ഇതെന്താ പരിപാടി ഇവിടെ? നീ എന്താ ഇത്ര ലേറ്റ് ആയി? വണ്ടി ഇട്ടെന്നില്ലേ? എന്നിട്ടോ ഇവിടെ ആരോട് വെച്ചിട്ട് ക്യാമ്പിയാണ്? ആരോടും ചോദിച്ചിട്ടില്ല. ഞാൻ നീ വന്നിട്ട് നിന്നോട് ചോദിക്കാന്ന്. ആരോട് വെച്ചിട്ട് അവിടെ ക്യാമ്പ് ചെയ്യണമെന്ന് ആശാൻ. പിന്നെ എന്താ ലേറ്റ് ആയപ്പോ? നടന്നെത്തണ്ട ഇങ്ങോട്ട്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വണ്ടിയിട്ടില്ല. നമുക്ക് പുതിയൊരാളും കൂടി ഉണ്ട് കേട്ടാ. പുതിയൊരു ആശാനും കൂടി ഉണ്ട്. ഇരിക്കടാ. ശരി. ഇതെന്താ സാധനം? അത് കരി. ഇതെന്തിനാ? കരി വേണം. കരി ഇന്ന് പുതിയ പരിപാടിയല്ലേ. നമ്മളൊരു പാക്കറ്റ് കരിയൊക്കെ മേടിച്ച് വെറൈറ്റി ഫുഡാണെന്ന് ഉണ്ടാക്കാൻ പോണത്. എന്തുണ്ടാക്കും? അതൊന്നും ഞാൻ പറയില്ല, വെറൈറ്റിയാ. ആരും പറയാൻ പറ്റാത്ത. പിന്നെ എന്തൊക്കെയാ വിശേഷം? അതല്ലേ, നമ്മുടെ പുതിയ യൂട്യൂബർ ആട്ടാ. നമ്മുടെ ജ്യേഷ്ഠന്റെ മോൻ തന്നെയാണ്. ഇവൻ കുറെ ദിവസമായി പറയണേ ക്യാമ്പിങ്ങിന് പോകണമെന്ന്. അങ്ങനെ ഇവനെ വിളിച്ചുകൊണ്ട് വന്നത്. അതാണ് 3-4 സ്കൂട്ടിയിൽ വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവര് ബസ്സിന് വന്നത്. കുഴപ്പമില്ലല്ലേ? സെറ്റല്ലേ? ഇത് ബാഗിൽ എന്താ, ബെഡ്ഷീറ്റാ? കുഴപ്പമില്ല. അപ്പൊ സെറ്റായിട്ട് വന്നല്ലേ? അപ്പൊ എന്തായാലും ഇതൊന്ന് കത്തി റെഡി ആവട്ടെ, നമുക്ക് ചിക്കൻ ചൂടാട്ടോ. ആശാൻ എന്താ കുഴപ്പമില്ലല്ലോ അല്ലേ? എന്താ ഒരു ഉറങ്ങി തൂങ്ങിയും കൊണ്ട് ഉറക്കം വരുന്നു. ഞാൻ തെറ്റി എന്താ അറിയില്ല. അപ്പൊ നീ കിടന്ന് ഉറങ്ങിക്കോ, ഞാനൊക്കെ ഉണ്ടാക്കിട്ട് വിളിക്കാം. ഉണ്ടാക്കിട്ട് തിന്നാൻ ഞാൻ വിളിച്ചത്. ആ മതിയോ? കത്തി പിടിക്കാൻ പാടാ. കല്ലും ഒക്കെ ഉണ്ട്. കല്ലുണ്ടാ? കല്ലുണ്ട്. കല്ലിങ്ങനെ വെച്ചാ പോരെ? കരി ഇവിടെ ആരൊക്കെ ചുട്ടൊക്കെ ചെയ്തിട്ട് കരി. പിന്നെ ഇതിനെ കൈ മേടിച്ചു വരുമ്പോ എനിക്കറിയാം ഇവിടെ കരി ഉണ്ടെന്ന്. ബാഗ് അഴിച്ചു വെക്കടാ, ഒരു ബാഗ് അഴിച്ചു വെക്കടാ. ആന്തിനാടാ ലൈറ്റ് വെക്കാനോ? ഏത് ലൈറ്റ്? ചെറുതാ ലൈറ്റ് വെക്കാൻ. പുതിയ ലൈറ്റാ? അതേത് ലൈറ്റ്? ഇപ്പൊ ഉണ്ടാക്കിയതാ. ഇപ്പൊ ഉണ്ടാക്കിയ ലൈറ്റ്. ഇത് കത്തില്ലടാ. ആ തുണി ചുറ്റാനടാ. എന്നിട്ട് പിന്നെ പന്ന കത്തിക്കാനാ? ഒരു 50 ലിറ്റർ പെട്രോൾ വന്നിട്ട്. നീ എന്താ മനുഷ്യരെ കൊല്ലാൻ പോവാ? വീട് കെട്ടാനാ? കഴിഞ്ഞ ദിവസം പന്ത കൊണ്ടുള്ള ഷൂട്ടിങ് ആയിരുന്നു. എവിടെ? വീടിന്റെ അടുത്ത്. ആശാനേ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ, ചില്ലറക്കാരിയൊന്നുമല്ല. എന്താണ് സിനിമന്റെ പേര്? പേര് റിലീസ് ചെയ്തിട്ടില്ല. പേരൊന്നും ആയിട്ടില്ല. ആശാൻ പുലിനെ കൊല്ലുന്നൊക്കെയാ അല്ലേ? ആശാനൊരു പുലിനെ കൊല്ലുന്ന സിനിമയൊക്കെയാണ് ഇറങ്ങാൻ പോകുന്നത്. ആശാൻ വിചാരിച്ച ആളൊന്നും അല്ല ഇനി വരാൻ പോണത്. വെളിച്ചെണ്ണ മൊത്തം തീർന്നാ? കഴിഞ്ഞിപ്പോ ഇതെന്താ ഇങ്ങനെ ഐഡിയ തോന്നാൻ കാര്യം? വെറുതെ രസമല്ല. മധുര കത്തിക്കോളും. നമുക്ക് ആ ചിക്കനും കഴുകാം. തലേം ചിക്കൻ കഴുകട്ടെ? അതിവിടെ ഉള്ളുണ്ട്. ഞാൻ കേട്ടെ. നല്ല ഉറുമ്പുണ്ട്. നല്ല ഉറുമ്പുണ്ട് നിലത്ത്. ഉറുമ്പിനൊക്കെ പിടിച്ചിട്ട് ഫ്രൈ ആക്കാണ്ട് വരും തോന്നുന്നുണ്ട്. ഉറുമ്പിനെയാ അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്, കഴുകി. ഇനി എന്താ ചെയ്യണ്ടേ? എടാ ഈച്ച നല്ലോണം ഉണ്ടല്ലോ. ഈച്ച ഫ്രൈ ആവോ? അങ്ങനെയുള്ള ഇങ്ങനെ വരട്. ആ കത്തി. നീ എന്തൊന്നും പറയാത്തേ? പറയടാ, എങ്ങനെയുണ്ട് പരിപാടി? വീഡിയോ എല്ലാം കാണല്ലേ നീ? ഒറ്റൊന്നും മിസ്സാക്കൂല്ലോ. നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടാ. അതെ. നീ 7-ലല്ലേ സ്കൂളില്? 8-ലാണ്. അതെ.
നിന്റെ ക്ലാസ് പിള്ളേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിക്കണോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. തള്ളരുതട്ടോ. തള്ളല്ല, ആണോ? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും പറയട്ടാ. എന്നിട്ട് ഈ വീഡിയോയുടെ ലിങ്ക് എല്ലാവർക്കും കൊടുക്കട്ടാ. എന്താ വെച്ചാൽ നീ ഉണ്ടല്ലോ, അപ്പൊ എല്ലാരും കാണൂലേ അല്ലേ? ഇതൊന്ന് സെറ്റ് ആവണം സ്കൂളിൽ ചെന്നിട്ട് കേട്ടാ. ഞാൻ ഗ്യാമിങ്ങിന് പോയി എന്നും പറഞ്ഞിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ ലൈക്ക് കൊടുത്ത അവിടെ. എന്താവും ആർക്കറിയാം. സെറ്റാവില്ലേ? ആലോചിക്കട്ടെ. സെറ്റ് ആയിട്ടില്ലെങ്കിലുണ്ടല്ലോ, ആലോചിക്കട്ടെ. ഇല്ലാത്ത പൈസയും കൊടുത്തിട്ട് ചിക്കൻ മേടിച്ചോണ്ട് വന്നായാല്. നിങ്ങള് 3 മണിക്ക് വന്നിട്ട് ഇവിടെ അടിക്കുക. 3 മണിക്കൊന്നല്ല, ഞാൻ വന്നപ്പോ 5:05 5:00 പോയി. നിന്നെ വിളിച്ചില്ലേ? അപ്പൊ തന്നെ ഞാൻ ഇറങ്ങി. കരി പൊട്ടിച്ചിടണം അപ്പോളെ. അത് ഇട്ട് തന്നെ ഒന്ന് ഇതായിക്കോട്ടെ, കണലൊന്ന് സെറ്റ് ആയിക്കോട്ടെ. ഇത് ഇങ്ങനെ തന്നെ ആണോ? ഇട്ട് വെച്ചേ. എന്നിട്ട് പിന്നെ തീ ഒഴിവാക്കാമല്ലോ. കണല് ശരിക്കൊന്നും അതിന്റെ ശേഷം കൊള്ളി ഒഴിവാക്കുക. തീ ഒഴിവാക്കാന്നല്ലേ? വാ, വന്നിട്ട് ഉപ്പ് നോക്ക്. ഉപ്പൊക്കെ ഉണ്ട്, നീ ഉണ്ടാക്കിയല്ലേ? ഉപ്പുണ്ട്. എന്നാ കുറച്ച് വെളിച്ചെണ്ണ കുരുമുളക് പൊടി ഇട്ടാ? ഭയങ്കര എരിവാണല്ലോ. വേണം, എരിവ് വേണം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയും കൊടുക്ക്. പച്ച വെളിച്ചെണ്ണ? അതാ വെളിച്ചെണ്ണ. ഇങ്ങനെ മസാല ഇട്ടിട്ട് കുരുമുളക് പൊടി, പച്ച വെളിച്ചെണ്ണ. ഇതിനെന്തായിരുന്നു ചൂടാക്കണ്ട? ഇതിനെന്തായിരുന്നു അറിയോ വേണ്ടത്? നമ്മളെ മരത്തമുള്ള കുരുമുളകില്ലേ, പച്ചക്കുരുമുളക്. പച്ച കുരുമുളക്. അത് എന്നിട്ട് എന്താക്കണം അറിയാ? നമ്മളെ പണ്ടത്തെ വയസ്സായ ഒരു സാധനം ഉണ്ടല്ലോ. വയസ്സായ സാധനം? വയസ്സായ ഒരു മുറുക്കാനുള്ള ഒരു കുത്തിയിട്ട് സാധനം. ഇടിക്കുന്ന സാധനം. എന്തായാലും പേര് പറയാ? ഇടിക്കുന്ന സാധനം പറഞ്ഞോ? അത് വേണം. അതിലിട്ടിട്ട് പച്ച കുരുമുളക് ഇങ്ങനെ കുത്തി ചായച്ചിട്ട് ഇതിലിട്ടിട്ട് ഇങ്ങനെ ഇതാക്കണം. ഇതൊക്കെയാണ് നിന്റെ ഐഡിയ അല്ലേ? പച്ചക്കുരുമുളകിന് ഇനിയിപ്പോ അവിടെ പോടാ ഈ പാതിരാത്രിക്ക്. ഞാൻ ആ ഗ്രില്ലൊന്ന് കഴിയട്ടാ, അന്നെടുത്തേ. അതൊന്ന് വെച്ച് നോക്കിയേ. വെക്കാനില്ല, തിരിച്ച് ഇങ്ങനെ. അതിനാണ് ഈ മുട്ടി വെച്ചിക്കണ്. ഇങ്ങനെ പിടി വെക്കാനായി മുട്ടി വെച്ചിക്കണ്. ഓക്കെ, വാ, അത് വെക്കടാ. ഞാൻ കഴിയട്ടെ. ഇതിനകത്ത് വെക്കലോടാ. 2ന്റെ കഴിയട്ടെ. 5ന്റെ കഴിഞ്ഞിട്ട് ഇതൊന്നും പിടിക്കണ്ട, മസാല ഒന്നും പിടിക്കണ്ടേ? അതെല്ലേ? ഒരു വാഴന്റെ ഇലയും കൂടി വരുമ്പോ കൊണ്ടുവന്നാ മതി. ഉള്ള കുരുമുളക് കൂടി ഇട്ടിട്ട് എരിഞ്ഞിട്ട് ഇനി വെക്കാൻ പറ്റുമെന്ന വായില്. എന്തായി? വിറകൊക്കെ കത്തി തീരാനായില്ലേ? കനലുണ്ടേ. കരിയില്ലേ? എന്നാ കരിയിട്. ഇതിന് ശരിക്കും കരി വേണല്ലേ നല്ലോണം? ഇതെങ്ങനെ പരിപാടി നിനക്കറിയില്ലേ? എങ്ങനെ? ഇത് ശരിക്കും കനലിലാടുന്നുണ്ട്. കനല്ല ചൂടുക? അല്ല, തീ നമ്മള് ചുമ്മാ കത്തിച്ചു എന്നുള്ളടാ. നമ്മള് കഴിഞ്ഞ വട്ടൊക്കെ ഇട്ടതേ തീയിലാണ്, അപ്പൊ അത് കരിഞ്ഞു പോയി. ശരിക്കും ഇത് കനലിലാണ് ചൂടുക അല്ലേ? നിനക്കറിയാലോ അപ്പൊ പരിപാടി. അപ്പൊ നീ സെറ്റ് ആയിക്കോ. ഈ തീന്റെ മേലെ കൂടെ ഇട്ടാലോ? റെഡിയാക്കി കിട്ടൂലേ? കേട്ടോ, നീ ഫുള്ള് നിന്റെ ഐഡിയ ഒക്കെ വിട്ട് നിൽക്കുകയാണ് എനിക്ക്. ഇന്ന് ഫുള്ള് നിന്റെ ഐഡിയ ആണേ. എന്നിട്ടോ കുറേശ്ശെ ഇട്ടോ. കൈ കൊണ്ട് ഇട്ടാലോ? കേട്ടോ, എങ്ങനെ വേണേലും ഇടാം. ഇതിട്ടിപ്പോ പുകയാണല്ലേ? കുഴപ്പമില്ലല്ലേ? എവിടെ നീ? ചിക്കൻ വെക്കണില്ലേ? ചിക്കൻ വെക്കണ്. കരി കനലായിട്ടെ പോക്കാനോ? വെച്ചേ. എന്നാ നീ വെക്ക്. നീ വെക്ക്, അതിന്റെ അടി പോലെ നീ വെക്ക്. എന്നാ അവിടെ വെക്ക്. തീ പിടിക്കല്ലേട്ടോ, പന്തൊക്കെ കത്തിച്ചിട്ട്. പോക്ക് ഇത് നോക്കച്ചോ. മതിയാ? നേരത്തെ നടന്നു പോയതാ. ഒരു ചളിയില് കാലാണ്ട് പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ലൈറ്റ് ഇല്ലാണ്ട് പോലെ ഡാമല്ലേ? വെക്കട്ടെ? പുക ചിക്കനാവോ അന്നത്തെ പോലെ? കൊള്ളി വരെ വെച്ച് നന്നായില്ലേ? ഒരു പിടുത്തായിക്കോട്ടെ അല്ലേ? ഇനി കാണാൻ അങ്ങനെ ആയിക്കോളിഞ്ഞു. പുകയാണല്ലോ. ഇതെന്താ? ഇതാരുടെ സാരി?
അത് നടക്കാൻ പോയപ്പോഴേ ഒരാള് ചുണ്ണാമ്പ് വെച്ചു. ചുണ്ണാമ്പാ ആ, സാരിയല്ലേ ചുണ്ണാമ്പില്ല വെച്ച് ചുണ്ണാമ്പ് വെച്ചു. ചുണ്ണാമ്പ് വെച്ചു. അപ്പൊ ചുണ്ണാമ്പില്ലായിരുന്നു. അപ്പൊ കയ്യിലുണ്ടാവും വെച്ചിട്ട് തുണി കൊണ്ട് മേടിച്ചിട്ട് കൊണ്ട് പോകുന്നു. കയ്യിലുള്ള സാരി അഴിച്ചിങ്ങെടുത്താ. ഇത് എവിടെ തട്ടി? ഇത് നേരെ കിടന്നിട്ടിയ ആരോ പിള്ളേരെ ഓടി കളിച്ചപ്പോ പോയതായിരിക്കൂടാ. ഷാളല്ലത്? നീളുണ്ട് അത്യാവശ്യം. സാരിയല്ല എന്തായാലും. എടാ ഈ ഷാളും തിരക്കി കഴിഞ്ഞ ആള് വരുമോ? ചിലപ്പോ ഒരു 3-4 പെൺകുട്ടികൾ വരും. ആരുടെ ഇത് എവിടെ തെറ്റിയതാ? നേരെ കിടന്നിട്ടിയതാ. ആരെങ്കിലും കുട്ടികൾ ഓടി കളിച്ചപ്പോ പോയതായിരിക്കും. ഇനി കത്തിക്കോളും. ഇതല്ലേ ഈ സൈഡ് ഞാൻ വീശണ ഇവിടെ കുറെ കുറച്ച് വീശി. ഇനി കത്തിക്കോളും. ഇവിടെ വീശി വീശി ഇവിടെ കത്തി വന്നാണ്ടോ. എങ്ങനെയുണ്ട് നമ്മളെ കൂടെ വന്നിട്ട് ഇപ്പൊ ഇന്നത്തെ ദിവസം? സെറ്റല്ലേ? കുറച്ച് എണ്ണ എടുത്താലോ? കുറച്ച് എണ്ണ എടുത്താലോ? ആ കൊടുത്തോ. എണ്ണ വേണോടാ? എണ്ണ ഇതിലില്ലേ? ഒറ്റി തുടങ്ങുന്നുണ്ട് ഇട്ടിട്ട്. അന്ന് ചൂടാവട്ടാ. അങ്ങനെ വെക്കണ്ട മതി. അതിപ്പോ ഒന്നായിട്ട് ചാടിയനെ കട്ടയാണത്. നടുക്ക് മാത്രം കുറച്ച് മസാല ഉണ്ട്. ഉണ്ടല്ലേ? ഒന്നും ആയിട്ടില്ല. അതൊക്കെ നമ്മുടെ ആശാന്റെ മസാല അല്ലേ, എന്താവും ആർക്കറിയാം. ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാ നമ്മള് വെച്ചിട്ട് ഇന്നേ വരെ തിന്നാൻ പറ്റാതായിരിക്കണം. നമ്മൾ വെച്ചിട്ട് ഇതുവരെ തിന്നാൻ പറ്റിയിട്ടില്ല. അതാണ് ഇന്നിപ്പോ പറഞ്ഞ കാര്യം. കണ്ടോ? കറക്റ്റ് കാര്യ. എന്താ വെച്ചാല് ഇത് തീയിലല്ല ഇത് വേവിക്കുക. നമ്മുടെ സുഹൃത്തുക്കളും കമന്റ് ചെയ്യുന്നുണ്ട്, പിന്നെ തീയിലല്ല ഇത് വേവിക്കുക, കനലിലാണെന്നുള്ളത്. ഇപ്പൊ ഇവന് കണ്ടോ ചെറിയ ചെക്കൻ വരെ അത് പറഞ്ഞു തന്ന്. അപ്പൊ ഇന്ന് അവനെ കൊണ്ട് കനല് കിട്ടല്ല, പക്ഷെ തീ കത്തിച്ചിട്ട് ആ കനലാക്കിയിട്ട് അതിൽ വേണം ചെയ്യാന്. നമുക്ക് സമയം വേണ്ടേ? തീ കത്തിക്കുക, എന്നിട്ട് അതിന്റെ മേലെ കുറച്ച് കനലിട്ടിട്ട് ഇങ്ങനെ കത്തി കത്തി വരണം. അങ്ങനെ അല്ലേ? തീ കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോ അടുത്ത നമുക്ക് അങ്ങനെ ചെയ്യാം. പുക വന്നാലും പുക കുറയും. ഇപ്പൊ കുറച്ച് കുറഞ്ഞില്ലേ? ഇതൊക്കെ നിനക്ക് അറിയാം. അപ്പൊ ഞാൻ അടുത്തന്നെ നമ്മളെ കൂടെ പോരും കേട്ടോ. സ്കൂളില്ലാത്ത ദിവസം. നാളെ സ്കൂളിലല്ലോ. ആലോചിക്കട്ടെ ഇന്നിപ്പോ അഞ്ചിൽ വിചാരിച്ചിട്ടുണ്ടാവും. ഇനി ആലോചിക്കട്ടെ വേണ്ട, ഇന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാം കേട്ടോ. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കിടന്നാൽ മതി കേട്ടോ. എനിക്ക് ജലദോഷം ഉണ്ടോ? ചെറുതായിട്ടുണ്ട്. കഴിയാനുണ്ടോ? ഈച്ച ഭയങ്കര. എന്താടാ ഈച്ച ഫ്രൈ ആവണ്ടോ? ഈച്ച ഫ്രൈയും ഉറുമ്പ് ഫ്രൈയും ഒക്കെ ഉണ്ടെന്ന്. വലിയ ക്യാമറ സ്റ്റാൻഡില്ലാത്തോണ്ട് ഒരു സുഖല്ലെന്ന്. സുഖല്ലേ? എപ്പോഴും ആ വലിയ ക്യാമറന്റെ സ്റ്റാൻഡ് ഇതാക്കിയിട്ടേ സാറിൽ എന്ത് ചെയ്യാൻ മറന്നു പോയടോ. പിന്നെ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ സമയമില്ലേ? ഞാൻ വന്നതന്നെ 5:30 ആയില്ലേ. കുറച്ചൊരു കറി എടുക്കണടാ. ഭയങ്കര ഈച്ചയാണല്ലോ. ഒന്ന് മറച്ചിട്ട് നോക്കി. ഇത് കരി ബാക്കിയുള്ള നമുക്ക് കൊണ്ടുപോലടാ. മതി 10 കോടി. ഇനി അടുത്ത 3-4 സ്ഥലത്തേക്ക് കൊണ്ടുപോണ്ട കരിയായി. അതെ, തിരിച്ചു വെച്ച് നോക്കി. ഇതാ തിരിച്ചു വെക്കാനായ ചെവിയിലേക്കാണ് ഈച്ച പോണത്. പൊട്ടിത്തെറി തുടങ്ങിയേ. ഇതിലെന്താ ബീഡി പടക്കിട്ട് വെച്ചോണേ കരിയില്? നീ വീശ്. കൊറേ നേരമല്ലേ ഞാൻ വീശു. നമ്മളിപ്പോ ഈ വർഗം കൊള്ളിയില് തുണിയൊക്കെ കെട്ടിയിട്ട് വെച്ചില്ലേ, അതേപോലത്തെ ഒരു 10-15 കൂടി മണയുന്നില്ലേ? നേരത്തെ നമ്മള് വെക്കണില്ലേ? എന്താ അത് കരിഞ്ഞ് തീരൂ? ഏതായാലും തീരുമാനായി. കരിഞ്ഞ ഇല്ലേ വന്ന് എന്താ ആ കത്തി വെച്ചൊന്നും ഇങ്ങനെ കുത്തി കൊടുത്തൂടെ? കുത്തിയതാ. കരിഞ്ഞ് കഴിച്ചു നോക്ക്. ഇല്ലേ എന്തോടാ സാധനം. ഉപ്പ് കുറവാണെന്നല്ലോ. മതി. ഇത് മതി. ഉപ്പില്ലടാ നോക്ക്. ഉപ്പില്ലെന്നോ? ഉണ്ടോ? കുറവാ? കുറച്ചിട്ട് കുറവാ. മതി. ഉപ്പൊന്നും അധികം തിന്നാൻ പാടില്ല. മതിയോ? മതി. ഇനി വെച്ച് കഴിഞ്ഞാൽ കരിയോ? സൈഡൊക്കെ കരിഞ്ഞു എന്തില്ലേ വന്നേ നീ വെക്കണ്ട. വേണ്ട. അപ്പൊ എന്നാ മതിയില്ലേ? മതി. അപ്പൊ നമ്മുടെ ചിക്കൻ നല്ല കനലില് അല്ലേ? കനലില് നമ്മള് വേവിച്ചു എന്നുള്ളത്. അല്ല നീ പറയും. നീ പറഞ്ഞാലേ അതിന്റെ ഒരു ഇത് വരുള്ളൂ.
ഇനി പറ. പറ അങ്ങനെ തല്ലിവിട്, രണ്ടാളും കൂടി തല്ലിവിട്, ഞാൻ നോക്കിയിരിക്കാം. രണ്ടാളും കൂടി തല്ലിവിട്. ഞാൻ പറ ശരിയാവൂല. അതെ. അപ്പൊ നമ്മുടെ ചിക്കൻ കനലില് നമ്മൾ നല്ല ചുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അല്ലേ? ആശാന്റെ മസാലയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ല റെഡിയാക്കിയതേ, നല്ല സെറ്റപ്പ് പരിവായിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ശകലം കുറവുണ്ട് അല്ലേ? അതെ സാറില്ല, ആശാന് BP കുറച്ചുണ്ടായതുകൊണ്ട് ഉപ്പ് കുറച്ചതാണ്. ഇനി നമുക്ക് ഇതുണ്ടോ, സലാഡ് ഉണ്ട്. ഇത് എടുത്തുന്ന ഇറക്കി വെക്ക്. ഇത് ഇതിന് ഈ പാത്രം കമത്തി വെക്ക്. എന്നിട്ടോ എന്നിട്ട് ഇതെടുത്തിട്ട് അതിന്റെ നോക്കി വെക്ക്. വേണ്ട, ഇനി കരിക്കും. ഈ കമ്പിന് മേലെ വെച്ചാൽ മതി. കമ്പോടൊക്കെ ഇങ്ങനെ എന്നിട്ട് അവിടെ ചരി വെക്ക്. അങ്ങനെടാ, ഈ പിടി താഴോട്ട് വെക്കടാ. അങ്ങനെ ഞാൻ ഇതൊന്നും ഇതിലിട്ട് കഴുകട്ടെ. എന്താണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോ ഉറുമ്പും വരുമല്ലോ. ഇതുണ്ടാക്കണ്ടേ സലാഡ്? എടാ ഇത് ചൂട് ചൂടാ, ഇതൊന്നും കൂടെ കരിഞ്ഞു പിടിക്കൂടെ? ആ പൊടിയും പഞ്ചസാര ഇങ്ങോട്ട് എടുത്തു വെച്ചോ. ആ പൊടിയും പഞ്ചസാര എടുക്കടാ, അതങ്ങെടുപ്പേ. ഇതിന്റെ അടപ്പെടുക്കടാ. ഈച്ചച്ചായ ആവും ഇനി തുറന്നു വെച്ച. കേട്ടല്ലേ, ഗ്ലാസ് ഇടുണ്ട്. എടുക്കണ്ടല്ലോ, കുറച്ചുകൂടി എടുത്താ പോരെ? വെജിറ്റബിൾ കുറെ ഉണ്ടല്ലോടാ. കുരുമുളക് പൊടി ഇല്ലാത്ത പരിപാടി ഇല്ലല്ലേ? ഇതങ്ങോട്ട് വെക്കല്ലോടാ. ചായന്റെ ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇങ്ങോട്ട് ഇതാക്ക്. എന്നിട്ട് അത് സലാഡ് നിരത്തി നിരത്തി വെക്ക്. അഡ്ജസ്റ്റ് ചെയ്ത് കുടിക്കാട്ടാ കാപ്പി. ഗ്ലാസ് ഒന്നുമല്ലേ, കുടിച്ചിട്ട് തന്നാ മതി. വാ, അടിപൊളി സംഭവം. ഡെക്കറേഷൻ ഒക്കെ സൂപ്പറായി വരുന്നുണ്ട്. ഇനിയിപ്പോ തിന്നാൻ പറ്റുമെന്നുള്ള ഒക്കെ കൂടി സവാളയും ഇതും വെച്ച് മൂടിക്കഴിഞ്ഞാൽ അങ്ങനെ ചിക്കൻ തിന്നും. സംഭവം കാണാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, രസമുണ്ട് അല്ലേ? തിന്നാൻ രസല്ലേ? തിന്നാൻ ഞാൻ തിന്നു നോക്കണം. ഇനിയിപ്പോ എന്താ പരിപാടി? നീ പരിപാടിയോ നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കുക. നോക്കിയിരിക്കാനേ? എന്നാ കഴിക്കാല്ലേ? എന്നാ കഴിച്ചോ. ഇതിന് ഉപ്പുറവാ? അതെന്നാണ് എനിക്ക് വെച്ചേ. ക്യാരറ്റിന് കുറവാ? അത് മതി, കുറച്ചിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. സംഭവം ടെസ്റ്റ് ആയില്ലേ? ഇതിപ്പോ 2 കാലും ഉണ്ട്, 3 ആളും ഉണ്ട്. ഇപ്പൊ അടിയാവോ? എടുക്ക്. ചിക്കൻ എങ്ങനെ ഉണ്ട് നോക്ക്. അടിപൊളിടാ, തിന്നോക്ക്. സെറ്റപ്പ്. പിന്നെ ഇത് പിടിച്ചിക്കണോ നോക്ക്, ചെറുനാരങ്ങ പിഞ്ഞത് പിടിച്ചിക്കണോ? സെറ്റല്ലേ? അടിപൊളിടാ. പൊടി സാധനം. മൂന്ന് കാലും ഉണ്ട്, 3 കാലും ഉണ്ട്. അല്ല, 2 കാലും ഉണ്ട്, 3 ആളുണ്ട്. നല്ല ബന്ധുല്ലടാ. ഉണ്ടോ? എന്തല്ലേ? അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്യാമ്പിങ് സൂപ്പർ. ശരിക്കും പറയും. ശരിക്കും അതെ, ഉഷാറായ. നീ സ്കൂളിൽ പോയിട്ട് പിള്ളേരോടൊക്കെ പറയോ, ആ ചെക്കന്മാർക്ക് കോഴി വിടാനൊന്നും അറിയില്ല, ഞാനാ ചുട്ടുകൊടുത്തെന്ന് പറയോ? സംഭവം നല്ലോണം വെന്തുല്ലടാ. വിചാരിച്ച എത്ര എരിവൊന്നുമില്ലടാ. കുറച്ചല്ല കുരുമുളക് പൊടി ഇട്ടുള്ളൂ. പിന്നെ കൊറേ വെളിച്ചെണ്ണ വെച്ചില്ലേ? ഇങ്ങനെയൊക്കെ 5 ലിറ്റർ വെളിച്ചെണ്ണയും വെച്ചിട്ടാണ്. ഒരു 2 കോഴിയുടെ കാല് വിടാൻ 5 ലിറ്റർ വെളിച്ചെണ്ണ. നമ്മള് വലിയ സ്റ്റാൻഡില്ലാത്തോണ്ടേ ഇതൊന്നും ശരിക്കും കിട്ടണമെന്നല്ല.
ചിക്കനൊന്നും കാണില്ല. എടുക്കാത്തോണ്ട്. ഞങ്ങള് വലിയ സ്റ്റാൻഡ് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ചെറിയൊരു സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഇപ്പൊ ഷൂട്ട് ചെയ്യണത്. അതുകൊണ്ട് നമ്മളെ ചിക്കന്റെ കാലൊക്കെ ഇങ്ങനെ കാണിക്കേണ്ടി വരും. എടുത്ത് കാണിക്കും. എന്താ ഒരു കാലം ഇവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിക്ക്. വലിച്ചോ, 2 കണ്ണ് പിടിച്ച് വലിച്ചോ. കഴിക്കടാ. ഫുള്ളായി. കഴിച്ചോ? വെജിറ്റബിൾ എന്നിട്ട് ഫുള്ളായി. അപ്പൊ ചിക്കൻ ആരാന്ന്? അതെ, ഏതോ ഒരാൾ തിന്നിട്ട് പോയി. വെജിറ്റബിൾ എന്നിട്ട് വയറ് ഫുള്ളായി. അപ്പൊ ചിക്കൻ ഫുള്ള് കടിച്ച് വലിച്ചിട്ട് അതാ വെളിച്ചം തീർന്ന്. വെളിച്ചത്തിന്റെ പിടിക്കട്ട് കഴിഞ്ഞല്ലേ. അത് കഴിച്ചോ? കളയണ്ട. എനിക്ക് മതി, ഞാൻ പോവില്ല. എടാ കളയണ്ടാ, കുക്കുമ്പറല്ലേ. നീ പോവില്ല. അത് കഴിച്ചോടാ, കളയണ്ട കേട്ടോ. നീ എന്താ മൊത്തം കഴിച്ചോ? ഓക്കെ. എന്തിനാ കളയണേ? നമ്മൾ കാട്ട് കൊണ്ടുണ്ടാക്കിട്ട്. ഞാൻ കഴിക്കട്ടെ. ഇതോട് കഴിച്ചിട്ട് പോടാ. നീ പോവില്ല. എന്നാ നീ കൈ കഴിക്കടാ. രാവിലത്തേക്ക് കുറച്ച് വെള്ളമേ ഉള്ളൂ. കുറച്ചല്ലോ. കുറേശ്ശെ എടുത്താൽ മതിട്ടോ. നമുക്ക് രാവിലെ കട്ടൻ കാപ്പി ഇടണ്ടേ. എന്നാ ഞാനിടാ. കുറേശ്ശെ എടുക്കിട്ടോ വെള്ളം. എന്താ അറിയോ രാവിലത്തേക്ക്? തണുക്കുണ്ടോ? നമുക്ക് രാത്രി കാവലിന് ആൾക്കാർ എത്തിക്കും. എവിടെ? എങ്ങനെ നടക്കണ്ട് ചിറ്റിന്. പെട്ടിക്കുട്ടിയെ ചിക്കന്റെ മണം കൊണ്ടുവരാ. ആ എല്ലാം ഒക്കെ ഇട്ട് കൊടുത്താ കഴിച്ചാ? അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ രാത്രി ഇവിടെ ഉണ്ടാവും. ഉയ്യലവരെ തണുക്കണ്ട് പറഞ്ഞു. വേണ്ടി ചൂടാവുണ്ടാ? കുറച്ച് കഴിഞ്ഞിട്ട് കയറി കിടക്കാലടാ. തണുക്കണ്ടേ? നീ അകത്ത് കയറിക്കോ. ഈ എന്നാത്തി കയറിക്കോ. ഉറക്കം വരുന്നുണ്ടോ? സമയം ഒന്നും ആയിട്ടില്ല. 8:30 ആയിട്ടുള്ളൂ. 8 9 മണിയാ. ഫുഡും കാര്യങ്ങളൊക്കെ നല്ല സെറ്റായി. പിന്നെ ഫുഡ് എങ്ങനെ ഉണ്ട് പറയും? സൂപ്പർ. ശരിക്കും പറയും നീ. ശരിക്കിനോ? അതെ. അതാരെ സൂപ്പർ എന്ന് പറയുന്നത് പറയണ്ടെന്ന്. അതാ അവന്ന് സൂപ്പർ എന്ന് പറയുന്നത്. അങ്ങനെ സൂപ്പർ ആയത് നമ്മക്കറിയില്ല. അവൻ വന്നോണ്ടാന്ന് തോന്നുന്നു. ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഓൻ വന്നോണ്ടാന്ന് തോന്നുന്നു. ചെറുതായിട്ട് തണുപ്പ് വരുന്നുണ്ട് അല്ലേ? തണുത്ത കാറ്റ്. അത് ഈ ഡാമായതുകൊണ്ടാ. ഇന്ന് പിന്നെ കയറി കിടന്നാലോടാ. പിന്നെ കയറി കിടന്നാലോ? കിടക്കാം. നമുക്കൊരു ദുഃഖ വാർത്ത പറയാല്ലേ? നമുക്കൊരു ദുഃഖവാർത്ത പറയാനുണ്ട്. എന്താ വെച്ചാല് നീ പറഞ്ഞോന്നാ. പറഞ്ഞു. പിന്നെ എനിക്ക് കേട്ടപ്പോ മുതലൊരു അല്ല എന്ത് ചെയ്യാനാ കമന്റ് അടിക്കുന്നായിരുന്നു. ഞങ്ങളെ വീഡിയോ തുടക്കം മുതലേ കാണുന്ന ഒരു ഫാമിലി അവര് ഇവിടെയല്ല, നാട്ടില് കേരളത്തിലല്ല, വിജയവാഡയിലാണ് അവര് ഫാമിലി ആയിട്ട് താമസം. പിന്നെ അവര് നമ്മൾ എല്ലാ വീഡിയോക്കും കമന്റ് ചെയ്യും കേട്ടോ. ആശാനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവർക്ക്. എല്ലാ കാര്യത്തിലും ആശാന്റെ ഓരോ കാര്യങ്ങൾ കമന്റ് ചെയ്യും. ഒരു ദിവസം വന്നില്ലെങ്കിലും ഇങ്ങനെ ഒരു ദിവസം കണ്ടില്ലെങ്കിലും അവരിങ്ങനെ ചോദിക്കും ആശാൻ എവിടെ, അങ്ങനെ എപ്പോഴും നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു. അതില് അവര് ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് കമന്റുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഇവരെ കമന്റ് ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഇവരെ കമന്റ് വന്നില്ലല്ലോ എന്നുള്ള എന്റെ ശ്രദ്ധയിൽ പെട്ടതുമില്ല. പക്ഷെ ഇന്നലെയാണ് അറിയുന്നത് അതില് ആ ചേച്ചി മരണപ്പെട്ടു എന്നുള്ളത്. അത് മെസ്സേജിൽ കൂടെയാണ് അവരെ ഹസ്ബൻഡാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഷോക്കായി പോയി. ഭയങ്കര ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഒരു ബന്ധമാണല്ലോ. അതായത് നമ്മൾ കമന്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ട് നമ്മളൊരു ബന്ധമുണ്ടല്ലോ. മീൻസ് അതായത് അവർ ഇങ്ങനെ എഴുതുമ്പോൾ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ അവർ ഓരോന്ന് മെസ്സേജ് ആയിട്ടും കമന്റ് ആയിട്ടും ഒക്കെ പറയണത്. അപ്പൊ അവര് പെട്ടെന്ന് മെസ്സേജ് എന്തായിരുന്നു അങ്ങനെ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പൊ എന്താ കാര്യം കേട്ടപ്പോ ഭയങ്കര ആ മെസ്സേജ് അയച്ച സമയത്ത് കണ്ട സമയത്ത് ഇവനും ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഷോക്കായി പോയി.
എന്താ വെച്ചാല് നമ്മള് അത്രയും ഒരു നമ്മൾ കമന്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഒരു ബന്ധം ഉണ്ടല്ലോ, ആ ഒരു ബന്ധത്തിൽ അങ്ങനെ ഒരാൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴേ വലിയ പ്രായമൊന്നുമില്ല, ചെറിയ ചെറുപ്പക്കാരാണ്. ഒരു ഭാര്യയും ഭർത്താവും ഒരു വിജയവാഡയിൽ ഒരു ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ, ആയുർവേദ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യണതാണ്. പക്ഷെ അത് വല്ലാത്തൊരു ഷോക്കായി പോയി. സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാരെ ഇപ്പൊ കുറച്ചായിട്ട് ആ ഒരു 3-4-5 വീഡിയോയ്ക്ക് കമന്റുകളൊന്നും ഇല്ല. അപ്പൊ ശരിക്കും ഞാനത് ശ്രദ്ധിച്ചതും ഇല്ല കേട്ടോ. പക്ഷെ ഇന്നലെ ആ മെസ്സേജ് വന്നപ്പോഴാണ് ആകെ അങ്ങനെ ഞെട്ടിപ്പോയത്. എന്ത് ചെയ്യാനാ, ഓരോരോ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ആയിട്ട് മരണപ്പെട്ടു പോയി അവര്. അപ്പൊ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടോ. എന്ത് ചെയ്യാനാ, ഓരോരുത്തർക്കും ഓരോരോ വിധിയല്ലേ. എല്ലാരും പ്രാർത്ഥിക്കട്ടോ. അത് വല്ലാത്തൊരു കഷ്ടം തന്നെ അല്ലേ. ഇന്നലെ ഉള്ള ഇത് കേട്ടപ്പോ തന്നെ ഉള്ള മൂട് മാത്രം. ഞാൻ അവരെ വിളിച്ചിട്ടില്ല. അവർക്ക് ഒരു മെസ്സേജ് ഇന്നലെ ഞാൻ അയച്ചിരുന്നു. അപ്പൊ അവര് ഏത് സിറ്റുവേഷനിലാന്ന് അറിയില്ലല്ലോ. ഞാനിപ്പോ ഒന്ന് വിളിക്കണം, ഒന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊന്ന് വിളിക്കാം അല്ലേ. പിന്നെ മൂടോഫാടാ ഉള്ള മൂടൊക്കെ പോയി. അല്ല നമുക്കത് കയറി സൈഡാവാ, സൈഡാവൂല്ലേ. അത് നോക്കിയിട്ട് കാര്യമില്ലടാ. എന്താ അറിയോ, ഓരോരുത്തരെ അത്രേ ഉള്ളൂ. പഠിച്ചവന് ഓരോ ടൈം വെക്കണല്ലേ. പിന്നെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടോ പറയാ? ഇന്ന് പിന്നെ കയറി കിടക്കാല്ലേ? കിടക്കല്ലേ? എന്തൊന്നും മിണ്ടാത്തത് പറയ്. നമ്മളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും. പറയ്. നീ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പറയ്. ഇന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ പറയ്. ലൈക്ക് ചെയ്യാൻ പറയ്. എന്നാണോ ഉണ്ടാ? എന്നാ കുഴപ്പമില്ല, ഇവന് പറഞ്ഞ് പരിചയമായിട്ടില്ല. അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യാട്ടോ. പിന്നെ കയറി കിടക്കാലടാ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. വേറെ പറയണ്ട. ഇനി അടുത്ത വീഡിയോ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് വരും. അവിടെ പറയും. അടുത്തൊരു വീഡിയോസ് ഫുള്ള് വെറൈറ്റി ആയിട്ട് ഇനി വരാൻ പോകണം. അതെ, ഓക്കെ അല്ലേ? വെറൈറ്റി ക്യാമ്പിങ്, വെറൈറ്റി ആയിട്ട് തന്നെ വരണം. ഓക്കെ അല്ലേ? വെറൈറ്റി ആയിട്ട് തന്നെ നമ്മള്. ഓക്കെ. അപ്പൊ എന്നാ കിടക്കാം അല്ലേ? അപ്പൊ എന്നാ എല്ലാവർക്കും ഒരു ലൈക്ക് കൊടുക്കടാ. വണ്ടിയുടെ താക്കോലൊക്കെ ഊരിയില്ലടാ? ഊരിയതാ ഞാൻ കയറട്ടെ? എങ്ങനെയുണ്ട്? സെറ്റല്ലേ? കുഴപ്പമില്ലടാ, അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നൂടെ? അല്ലേ? നീ ഇതെങ്ങനെ ഇരിക്കുന്ന അന്തം വിട്ട്? അല്ലേ നായ്ക്കളേ ഭയങ്കര ഓളിയിടല്. നായ്ക്കളാണോ കുറുക്കനാണോ? നായ്ക്കളായിരിക്കും ചിലപ്പോ. നായ്ക്കളോട് ചിലപ്പോ എടുത്തുകൂടെ വന്നിട്ടുണ്ടോ ഒരു നായി വന്നിരിക്കുന്നു. നമുക്ക് രാത്രിക്ക് കാവല. എടാ 2 ഉണ്ടോ? അതാ അവിടെ വരണം. അവിടെ തന്നെ കേട്ടോ. അതിന്റെ അടുത്തതിനെ വിളിച്ചിട്ട് ഇപ്പുറത്തും നിക്കാൻ പറയും. 2 സൈഡിലും 2 സൈഡിലും ആരും വരുമ്പോ 2 സൈഡിലും ഓരോന്നും ഇങ്ങനെ തിരിഞ്ഞിക്കണു. ഇതിപ്പോ അമ്മ ടെന്റിന്റെ ഉള്ളിൽ നോക്കിട്ടായിരിക്കണം. ഈ പട്ടിക്കാണ് എല്ലാം കൊടുത്തേ. അതുകൊണ്ട് തന്നെ ഇപ്പൊ മനസ്സിലെന്തൊക്കെയും പറയണെന്ന് അറിയോ? നാളെയും എന്നാം തീയതി നാളെ വരാം. പിന്നെന്നാ സൈഡാലോ. ഈ ലൈറ്റ് വരുന്നോട്ടല്ലോ. ഞാൻ പുറത്തെ ലൈറ്റ് എടുക്കട്ടെ? ഇവിടെ വെച്ചാ അടിച്ചോണ്ട് പോവോ? ഇല്ല, അത് ലൈറ്റ് കിടന്നോട്ടെ. ലൈറ്റ് ഇട്ട് വെക്കേ? അത് ഇപ്പൊ എന്തായാലും കുറച്ചേരം ഒരു വേണ്ട. ഇത് ആരെങ്കിലും ഊരെടുത്തോണ്ട് പോയാലോ? എന്നാ എടുത്ത് എന്നാ ഊരിക്കേ. അതാ പറഞ്ഞ. എന്താ അറിയോ, ഇവിടെ വെച്ചാലേ ചിലപ്പോ പണിയാവും. ആരെങ്കിലും കൊണ്ടുപോയാ പോയില്ലടാ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ അവസ്ഥ അല്ലേ. അപ്പൊ സൈഡായ പോരെ? കുഴപ്പമില്ലല്ലോ, ഉഷാറല്ലേ? തെണ്ടി കൂട്ടി പുലിക്കോ 2 കൂടി? ഇല്ലല്ലോ. പുലിക്കോ? രാവിലത്തെ ഇവിടുത്തെ മഞ്ഞൊക്കെ കണ്ടിട്ട് പോവാ. അതല്ലേ രാവിലെ പുറത്തിറങ്ങി ഇങ്ങനെ ഇരിക്കും. നേരം വെളുക്കണതിന് മുമ്പ് പോവാന്ന് പറയോ? അപ്പൊ കിടക്കല്ലേ? ഇതേ പട്ടി വന്ന് ഇവിടെ എത്തി. കണ്ടോ?
ആരെയും നായ്ക്കുട്ടിയെ ചെരുപ്പൊന്നും കൊണ്ടുവരുത്തിട്ടാ ആരും വരികയാണെങ്കിലേ കടിച്ചു കീറിക്കട്ടോ. കിടക്കുന്ന. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥ. പിന്നെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്തോളി അല്ലേ? എല്ലാം ഇഷ്ടം. ഓക്കെ, എല്ലാം നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ എന്നാ ഓക്കെ, ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇഷ്ടടാ മണിയറേന്റെ വാലടച്ച് മണിയറൊക്കെ എന്താവുന്നാവും. മണിയറ മാറ്റാനായിരിക്കും. ചവിട്ടി പൊളിക്കോ? അല്ലടാ, ഇത് കുറച്ചേരം തുറന്നിട്ടാലോ? ഈച്ചങ്ങ് പോട്ടെ. ലൈറ്റ് ഓഫ് ആക്കട്ടെ? ലൈറ്റ് ഓഫ് ആക്കിട്ട് അങ്ങനെ വെച്ചേ. ഞാൻ കിടക്കാനുള്ള സെറ്റപ്പ് ആക്കട്ടെ. ഇന്നലെ ലൈറ്റ് ഓഫ് ആക്കിട്ടേ നോക്കാം അല്ലേ? അത് ചെരിച്ച് വെച്ചേ, ഇന്നലെ കിടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവിടെ വെച്ചപ്പോരെ.